ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ആട് 3 ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ്. സിനിമയ്ക്ക് എങ്ങും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് നല്ല ഒരു തുടക്കം എന്നുള്ളത് തന്നെയാണ് എല്ലാവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അതിനിടയിൽ നമുക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല ആളുകൾ പറയുന്ന ഒരു കാഴ്ചകൾ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസിൽ കണ്ടു. ചിലരൊക്കെ സ്ഥിരം കാണിക്കുന്ന, അതായത് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അവർ ബുദ്ധിജീവികളാകുന്ന അങ്ങനെയുള്ള ബുദ്ധിജീവികൾ സിനിമയ്ക്ക് പോകാതെ സ്വന്തമായിട്ടൊരു സിനിമയെടുത്ത് ഒറ്റയ്ക്കിരുന്ന് കാണുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അല്ലാത്ത ആളുകൾ, സാധാരണക്കാർക്കൊക്കെ പറയാനുള്ളത് ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫും ഒരു സൂപ്പർ സെക്കൻഡ് ഹാഫും എന്നുള്ളത് തന്നെയാണ്, വിത്ത് ടെറിഫിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും ടൈലൻറ്റും. എന്തായാലും അടുത്ത പാർട്ടിന് തിരി കൊളുത്തിയിട്ടാണ് പാപ്പനും പിള്ളേരും പടിയിറങ്ങുന്നത് ഈ ഒരു സിനിമയിൽ നിന്ന് തന്നെ പറയാം. ആട് 3-ൽ ഏറ്റവും ഗംഭീരമായി നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഫേവറേറ്റ് ഡ്യൂഡ് തന്നെയാണ്. ഡ്യൂഡ് തകർത്തു എന്നുള്ളത് തന്നെയാണ്. ഡ്യൂഡിൻ്റെ താഴെയാണ് ബാക്കി എല്ലാവരും. ഷാജി പാപ്പൻ തകർത്തില്ല എന്നൊന്നും അല്ല അതിന് പറയുന്നത്. ഷാജി പാപ്പനും ടീമും അതിഗംഭീരമായിട്ട് തന്നെ വരുന്നു എന്നുള്ളതറിയാം. എന്നാലും ഇച്ചിരി കൂടുതൽ ഇഷ്ടം ഡ്യൂഡിനോട് തന്നെയാണ്. ഡ്യൂഡ് തകർത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിന് മുകളിലേക്ക് ആരെയും ഞാൻ അനുവദിക്കുകയുമില്ല. കാരണം ഡ്യൂഡ് തന്നെയാണ് നമ്മുടെ ഫേവറേറ്റ്. എന്തായാലും ജയസൂര്യ തിരിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വിനായകൻ അതിഗംഭീരമായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നു. ഹൗസ്ഫുൾ നിറഞ്ഞാടുന്നു തിയേറ്ററുകളിൽ എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കാണ് ഈ സിനിമയുടെ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ആട് 3 ഇക്കുറി, അതായത് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാണാൻ കഴിയുന്ന സിനിമ. ഒരുപാട് നാളുകളായി ഇങ്ങനെയുള്ള സിനിമകൾ. ഒരുപക്ഷെ ഇതിനിടയിലൊക്കെ കോമഡി എന്നൊക്കെ പറഞ്ഞ് വന്ന സിനിമകൾ നിങ്ങൾ തന്നെ ആലോചിച്ചാലറിയാം. വെറുതെ നമ്മൾ ചിരിക്കാൻ വേണ്ടി ചിരിച്ചതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത്യാവശ്യം നല്ല ലെവലിലുള്ള കോമഡികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ടൈം ട്രാവലിംഗ് എന്നുള്ള ആ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. അതുമാത്രമല്ല പാസ്റ്റും പ്രസൻറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു മിക്സിൽ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ലാഗും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതൊന്നും വലിയ സംഭവങ്ങളില്ല. പക്ഷേ എന്താണേലും ഓവറോൾ ഒരു ഫാമിലി ആയിട്ട് രസകരമായിട്ട് നമുക്ക് 3 മണിക്കൂറിനടുത്ത് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ കഴിയുന്ന ചിത്രം തന്നെയാണ്. എന്തായാലും തകർത്ത് വാരുകയാണ്. ഇന്ന് ഇതൊരു ഗംഭീര വിരുന്നായി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ റെക്കോർഡ് തുക കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 5 കോടിയോളമാണ് ആദ്യ ദിനത്തെ കളക്ഷൻ വന്നത്. ഇന്നുകൊണ്ട് സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും 2 മണിക്കൂർ 47 മിനിറ്റുള്ള ഈ ഒരു സിനിമ ഈ വർഷത്തെ ഒരു ചിരിക്ക് തിരി കൊളുത്തുന്ന ഒരു സിനിമയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഷാജി പാപ്പൻ 100 കോടി വാരിയിട്ട് തന്നെ പോവുള്ളൂ. ഇല്ലെങ്കിൽ സർബത്ത് ഷമീർ ഇടിച്ച് പിഴിയും തിയേറ്ററുകൾ എന്നുള്ളതും നമുക്കറിയാം. അത്ര ഗംഭീരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻസോടെ വരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സിനിമ കണ്ടാൽ? പലർക്കും പല രീതിയായിരിക്കാം ഓരോ സിനിമയും. എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്നൊന്നും പറയില്ല. പക്ഷേ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയ.